എല്ലാവർക്കും ടെക്ലൈമാറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോട്ടോ G85 കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ജൂണിലൊക്കെ ആ ടൈമിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. സോ ഈ സ്മാർട്ട് ഫോണിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, എങ്ങനെയുണ്ട് ഈ സ്മാർട്ട് ഫോൺ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ബാക്കിൽ വീഗൻ ലെതറാണ് വരുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, IP54 റേറ്റിംഗ് വരുന്നുണ്ട്. ഡിസൈൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ടിപ്പിക്കൽ ഒരു മോട്ടോ ഡിസൈനാണ്. നമ്മുടെ മോട്ടോ Edge50 ഫ്യൂഷൻ ആ ടൈപ്പ് ഡിസൈൻ, ആ ഫോണിൻ്റെ ഡിസൈനൊക്കെയാണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല ഡിസൈനുണ്ട്, അണ്ടർസ്റ്റേറ്റഡ് ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര ഫ്ലാഷി അല്ല എന്നാൽ പോലും നല്ലൊരു ഡിസൈനാണ് വരുന്നത്. ഈ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ കർവ്ഡ് 10-bit POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും 1300 nits ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട്. സോ ഇവിടെ തന്നെ കർവ് ഡിസ്പ്ലേ ആണ്. സോ ചിലർക്ക് ഇഷ്ടപ്പെടാൻ, ചിലർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാം. മോട്ടോയുടെ ഇപ്പം മിക്ക ഫോണുകളും കർവ് ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. കാണാനൊക്കെ അടിപൊളിയാണ്, പക്ഷെ പ്രാക്ടിക്കൽ യൂസേജിന് ഇച്ചിരി പ്രശ്നമായിരിക്കും ഫോൺ കർവ്ഡ് ആയതുകൊണ്ട് തന്നെ. സോ അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ പെർസ്പെക്റ്റീവാണ് ഡിസ്പ്ലേയുടെ കർവ്ഡ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആ ഡിസ്പ്ലേ ടൈപ്പ്. എന്നാലും സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ എല്ലാം അടിപൊളിയാണ്. ഇനി ഓരോരു കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്ക് വരുന്നുണ്ട്, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല 3.5mm. സോ അതിൽ ഡൗൺഗ്രേഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് മോട്ടോ G84 ഉണ്ടായിരുന്നു. സോ അതിപ്പോൾ ഇവിടെ വന്നപ്പോൾ എടുത്ത് കളഞ്ഞു. സോ ഒരു ബാഡ് ഡിസിഷൻ ആയി പോയി, കാരണം ഡിസ്പ്ലേ അടിപൊളി ഡിസ്പ്ലേ ആണ്. സോ ഹെഡ്ഫോൺ ജാക്കറ്റ് വരുമായിരുന്നെങ്കിൽ നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആയാൽ. ഇനി പെർഫോമൻസിന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു പുതിയൊരു പ്രോസറാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 6S Gen 3 ആണ് വരുന്നത്. 4 nm പ്രോസറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 695 ഓവർക്ലോക്ക്ഡ് വെർഷനാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ പ്രോസസ്സിനോട് മാറിയെന്നേ ഉള്ളൂ. പിന്നെ ഓവർക്ലോക്ക് ആയിട്ടുണ്ട്. ഇതിന്റെ സ്പെക്ക് ആൾ കൊടുത്തിട്ടുണ്ട്. അഡ്രീനോ 619 GB തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മുടെ CPU കോഴ്സ് ഓവർക്ലോക്ക് ചെയ്തിട്ടുണ്ട്, GPU ഓവർക്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. LPDDR4X RAM, UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. ഹൈബ്രിഡ് കാർഡ് സ്ലോട്ടും ഉണ്ടാവും. പിന്നെ കിക്ക് ബെഞ്ച് നോക്കുവാണെങ്കിൽ സിംഗിൾ 939, മൾട്ടി 2092 ആണ്. ഓൾമോസ്റ്റ് സെയിം ആണ് സ്നാപ്ഡ്രാഗൺ 695 ആയിട്ട്. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. മീൻസ് പെർഫോമൻസിന്റെ കാര്യത്തിൽ ശരിക്കും പറയുവാണെങ്കിൽ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 ഇല്ലേ, അത് ഇതിനേക്കാളും ബെറ്റർ പെർഫോം ചെയ്യുന്ന ഒരു പ്രോസറാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് 6S Gen 3 ഇതിലിപ്പോൾ വരുമ്പോൾ 2 Cortex A78 ഉള്ളൂ, അവിടെ നമുക്ക് 4 കിട്ടുന്നുണ്ട്. മൾട്ടി കോ പെർഫോമൻസ് 6 Gen 1 ബെറ്റർ ആണ്. പിന്നെ അഡ്രീനോ 710 GB ആണ് 6 Gen 1 ഇരിക്കുന്നത്. ഇവിടെ അഡ്രീനോ 619 ആണ്. സോ നമുക്കറിയാം 6 Gen 1 ആണ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് വെക്കുന്നത്. സോ ഇതൊരു എന്താ പറയുക, പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ അല്ല ശരിക്കും പറഞ്ഞാൽ. ഇതിന്റെ വീക്ക് പോയിന്റ് വേണമെങ്കിൽ പ്രോസർ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൈമറി ഒരു 50 MP f1.8 ആപ്പച്ചർ വരുന്ന OIS സെൻസറാണ് വരുന്നത്. നമുക്ക് പ്രൈമറി ആയിട്ട് വരുന്നത് 4K 30 fps റെക്കോർഡ് ചെയ്യാൻ പറ്റുക. നമുക്ക് സെക്കൻഡറി ആയിട്ട് 8 MP അൾട്രാവൈഡ് വരുന്നുണ്ട്. അത് മാക്രോ ആയിട്ട് ഉപയോഗിക്കാം. 1080p 30 fps റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം. പിന്നെ 32 MP f2.45 ആപ്പച്ചർ വരുന്ന സെൽഫി ക്യാമറ വരുന്നുണ്ട്. 1080p 30 fps ആണ് വരുന്നത്. സോ പ്രൈമറി ക്യാമറ എന്തായാലും അടിപൊളിയായിരിക്കും, കാരണം 50 MP OIS ഒക്കെ വരുന്നുണ്ട്. പിന്നെ 8 MP അറിയായിരിക്കുമല്ലോ, അത്ര ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ സെൽഫി ക്യാമറ അത്യാവശ്യം നല്ല ക്യാമറ ആയിരിക്കും. പിന്നെ OSന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഹലോ മോട്ടോയാണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 വരുന്നുണ്ട്. 3 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. സോ മോട്ടോയുടെ UI അടിപൊളിയാണ്. കാരണം പറഞ്ഞാൽ ഒന്നും ബ്ലോട്ട്വെയർസ് ഇല്ല, ആഡ്സ് ഇല്ല, ക്ലീൻ UI ആണ്. പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് അപ്ഡേറ്റ്സ് അങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ല, എന്നാൽ പോലും ബഗ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് ശരിക്കും നമുക്ക് വേണ്ടത്. സോ OSന്റെ കാര്യത്തിൽ അടിപൊളിയാണ്. ഇനി ബാറ്ററി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 31 വാട്ട്സിന്റെ ചാർജർ ബോക്സിൽ കിട്ടും. 31 വാട്ട്സ് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത്തിരി സ്ലോ ആണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഒരു 1 hour 15 minutes കൊണ്ടൊക്കെ ഫുൾ ചാർജ് ആവും. എന്നാലും കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക ബാറ്ററി കോമ്പിനേഷൻ ആണ്. 5000 mAh 31 വാട്ട്സ് ചാർജറും. ഇനി കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ Wi-Fi 5 ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.2 വരുന്നുണ്ട്. NFC എന്തായാലും വരും. USB Type-C 2.0 ആണ് വരുന്നത്. ഹൈബ്രിഡ് കാർഡ് സ്ലോട്ടും വരുന്നുണ്ട്. സോ കണക്ടിവിറ്റി ഫീച്ചേഴ്സും അത്യാവശ്യം എല്ലാം വരുന്നുണ്ട്. സോ മോട്ടോ ആയതുകൊണ്ട് നമുക്ക് മിക്കവാറും NFC കിട്ടും. പിന്നെ തിങ് ഷീൽഡ് സെക്യൂരിറ്റി വരുന്നുണ്ട് നമ്മുടെ മോട്ടോയുടെ തന്നെ. സോ കണക്ടിവിറ്റി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇതിന്. ഇനി പ്രൈസ് നോക്കുവാണെങ്കിൽ 2 വേരിയന്റ് ആണ്. 8GB 256ഉം 12GB 256ഉം ആണ് പറയുന്നത്. സോ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞൊരു 18K ടു ഒരു 18000 to 20000 രൂപ താഴെ ആ റേഞ്ചാണ് വരുന്നത്. സോ 12GB 256 20000 രൂപ താഴെ കിട്ടുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫോൺ ആയിരിക്കും. ഈ കൺക്ലൂഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഫോൺ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്, ഡിസ്പ്ലേ നല്ലതാണ്, ബാറ്ററി കപ്പാസിറ്റി അല്ലെങ്കിൽ ബാറ്ററി കോമ്പിനേഷൻ നല്ലതാണ്. ക്യാമറ ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്യാമറയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു വീക്ക് പോയിന്റ് ഞാൻ പറയുവാണെങ്കിൽ ചിപ്സെറ്റ് ആണ്. അല്ലെങ്കിൽ ഒരു 6 Gen 1 എങ്കിലും അവർക്ക് കൊടുക്കായിരുന്നു. 6S Gen 3 പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിന്
6 Gen 1 ഉള്ളതുകൊണ്ട് ആരെങ്കിലും 6S Gen 3 പോകുമോ? കാരണം പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ ട്രിക്ക് മനസ്സിലായി, നമുക്ക് മനസ്സിലാവുമല്ലോ. പെട്ടെന്ന് നമ്മൾ പേര് കേൾക്കുമ്പോൾ 6S Gen 3 നമ്മൾ വിചാരിക്കും 6 Gen 1 ബെറ്റർ ആയിരിക്കുമെന്ന്. പക്ഷെ അല്ല, സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ 6 Gen 1 ആണ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. സോ ഇതിൽ പെർഫോമൻസ് ഒരു ഫോണല്ല, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോണാണ്. ഗെയിമിംഗ് ഒക്കെ ഒരു മീഡിയം ലെവലേ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ, നിങ്ങൾ ഈ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോന്നൊക്കെ. സോ കാഴ്ച ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ, ഫ്യൂച്ചർ വീഡിയോ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.